നിർമ്മൽ പറഞ്ഞാൽ നമ്മളെ തന്നെ പ്രോഡക്റ്റാണ് ഈ കാണുന്നത്. ഇതിൽ അലീസയും നുറുക്ക് ഗോതമ്പ് കഞ്ഞിക്കുള്ളത് ചപ്പാത്തിപ്പൊടി എല്ലാം വരുന്നുണ്ട്. ഇന്ന് ചപ്പാത്തിപ്പൊടി എടുത്തിട്ട് അതിനോട് കുബൂസ് ഉണ്ടാക്കി നോക്കാം. ഇന്ന് ഗോതമ്പ് കൊണ്ട് കുബൂസ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ഇങ്ങനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ മാവ് റെഡിയാക്കണം. ഗോതമ്പിൻ്റെ പൊടിയാണ്. അതിലേക്ക് കുറച്ച് പഞ്ചസാര, ഈസ്റ്റ്, അപ്പക്കാരം അങ്ങനെയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. ഇങ്ങനെ ഒരു മണിക്കൂറോളം റെസ്റ്റിന് വെച്ചിട്ടുള്ള മാവാണിത്. ഈ കുബൂസ് നല്ലപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് വീണ്ടും നല്ലപോലെ കുഴച്ചെടുക്കാം. കുബൂസിൻ്റെ പാകത്തിന് മാവ് മുറിച്ചെടുക്കാം. കുബൂസിലേക്ക് നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ചിക്കൻ നല്ലപോലെ കഴുകി വാർത്ത് വെക്കുക. സ്റ്റാർ പ്ലസിൻ്റെ അറേബ്യൻ ബ്രോസ്റ്റ് മിക്സാണ് നമ്മൾ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. മിക്സിലുള്ള ഉപ്പുപൊടിയിൽ ചിക്കൻ 20 മിനിറ്റോളം മാരിനേറ്റ് ആവാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കുക. നമുക്ക് മാവ് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്താം. അതിനുശേഷം ഒന്ന് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഈ പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഷേപ്പ് ആവുക, പിന്നെ ചെറിയൊരു ഫ്ലവറിൻ്റെ ഒരു മോഡലിൽ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് കുബൂസിലേക്ക് നമുക്ക് വേണമെങ്കിൽ മയോണൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 അല്ലി വെളുത്തുള്ളി, 2 മുട്ടേൻ്റെ വെള്ള, കുറച്ച് സൺഫ്ലവർ ഓയിൽ എല്ലാം മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വൈറ്റ് സോസ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പറ്റും. ചപ്പാത്തി പോലെ തന്നെ നമുക്ക് കുബൂസും ചുട്ടെടുക്കാം. അതിന് ഫസ്റ്റ് ആവി വരുന്ന സമയത്ത് തന്നെ കുബൂസ് നമുക്ക് മറിച്ചിടാം. ഫസ്റ്റത്തെ ഇതിൽ കുബൂസ് ഇതുപോലെ നല്ല ലെവലിൽ പൊള്ളി വരണം. ചപ്പാത്തി ഹാൻഡിലോണ്ടൊന്ന് മറിച്ചിടാൻ നോക്കിയതാ, നേരെ താഴ്ചാടിപ്പോയി. ആവി വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ മറിച്ചിടാം. നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രിപ്പ് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പൊള്ളി വരുമ്പോൾ ഒരു തവണ കൂടെ നമുക്ക് മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുബൂസ് റെഡിയായി. 20 മിനിറ്റോളം ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച ചിക്കൻ എടുത്ത് മുട്ടയുടെ വെള്ളയിലൊന്ന് കവർ ചെയ്ത് ശേഷം ബ്രോസ്റ്റ് പൗഡറിൽ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഓയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഓട്സിൻ്റെ പൊടിയിലും കൂടെ മുക്കിയിട്ടാണ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ചപ്പാത്തി കുബൂസും റെഡിയായി. ചപ്പാത്തിപ്പൊടി, പുട്ടുപൊടി, ചപ്പാത്തിൻ്റെ പുട്ടുപൊടി, പച്ചരി പൊടിക്കാൻ എല്ലാത്തിനും പറ്റുന്ന മെഷീനാണ് ഇത്. നല്ല പൊടിഞ്ഞ് നല്ല നൈസായിട്ട് ചപ്പാത്തിപ്പൊടിയാ. ഇതിപ്പോൾ മെഷീനിലിട്ട് പൊടിച്ചെടുത്തത് ചപ്പാത്തിക്കുള്ളതാണ്.